ഇപ്പൊ കർണാടകയില്, തെലുങ്കാനയില്, ജമ്മു കാശ്മീരില് ഒക്കെ മുഴങ്ങിക്കേട്ട ഈ ഗാനം പക്ഷെ കേരളത്തിൽ മുഴങ്ങിക്കേട്ടില്ല. എല്ലാവരുടെ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പാടുകയോ പാടാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു? പാടാതിരിക്കുക എന്ന ഭാഗം ചൂസ് ചെയ്യുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് മറ്റുള്ളവരെല്ലാം പാടുമ്പോൾ നിങ്ങൾ പാടാതിരിക്കുന്നു എന്ന ഭാഗം ചൂസ് ചെയ്യുന്നു? CPM-ന്റെ വലിയ ഹേറ്റ് അങ്ങനെ തന്നെ കോൺഗ്രസിന് വോട്ടായിട്ട് മാറി. അങ്ങനെ കോൺഗ്രസ് ജയിച്ചു വന്നപ്പോ എന്തുണ്ടായി? എല്ലാവർക്കും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ മതി, VD സതീശനെ ആക്കണ്ട എന്ന തീരുമാനം ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ VD സതീശന്റെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയാണ്. ലൂപ്പ് ഹോളുകള് കാരണമാക്കി അത് പാടണ്ട എന്ന് തീരുമാനിക്കുന്നത് ആരെ സൂചിപ്പിക്കാനാണ്? ഈ കസേര തന്നവരെ സൂചിപ്പിക്കാൻ അല്ലെ? നോക്കൂ, നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെട്ട ഒരു ഗാനം ആലപിക്കരുത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അവകാശ ലംഘനമായിട്ട് തോന്നുന്നില്ലേ? രാജ്യസ്നേഹമുള്ള വ്യക്തികളോടാണ് ഞാൻ ചോദിക്കുന്നത്. വന്ദേ മാതരം എന്ന ദേശീയ ഗീതത്തിന് കേരളത്തിൽ മാത്രം എന്തുകൊണ്ടാണ് വിലക്ക് വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം, വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഈരടികളും പാടാൻ സാധിക്കില്ല. അത് പാടിക്കഴിഞ്ഞാൽ അത് ഇവിടത്തെ ഒരു പ്രത്യേക മതവിഭാഗത്തിനെ വിഷമിപ്പിക്കുന്ന ഒരു സംഗതിയാണ്, അതുകൊണ്ട് അത് പാടരുത് എന്ന രീതിയിലുള്ള വിവാദം ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഇന്ത്യ മതേതര രാജ്യമാണെന്നും അതുകൊണ്ട് തന്നെ എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും നമ്മൾ പരിഗണിക്കണമെന്നും അതിന്റെ ഭാഗമായിട്ട് ചില വിട്ടുവീഴ്ചകൾ ചെയ്യണം. അങ്ങനെ ഒരു വിട്ടുവീഴ്ചയാണ് വന്ദേ മാതരത്തിലെ 6 സ്റ്റാൻസ് ഒഴിവാക്കാൻ തീരുമാനിച്ച ആ കാര്യം എന്നുള്ള വിശദീകരണങ്ങളാണ് നമ്മൾ കേട്ടത്. എന്നാൽ അത് എത്രത്തോളം നമുക്ക് അനുകൂലിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്? ഒന്നാമത്തെ കാര്യം, ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെയും ഇന്ത്യയുടെ സത്വം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ് എന്നത് നമ്മൾ കാണാതെ പോകരുത്. ഏത് മതക്കാരൻ ഇവിടെ താമസിച്ചാലും ഇതിന്റെ പൈതൃകം മാറ്റുക അല്ലെങ്കിൽ സത്വം ഇല്ലാതാക്കുക എന്നൊരു സംഗതിയിലേക്ക് കൈ കടത്തുന്നത് എത്രത്തോളം നമുക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കും? ജമ്മു കശ്മീരിൽ പോലും ഈ കഴിഞ്ഞ സ്വാതന്ത്ര്യ ദിനത്തിന് വന്ദേ മാതരം മുഴുവനായും ആലപിച്ചിരുന്നു. നമുക്കറിയാം, കേന്ദ്രത്തിന്റെ നിർദ്ദേശപ്രകാരം വന്ദേ മാതരം വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായക പങ്ക് വഹിച്ച ഒരു ഗാനമാണ് എന്നതുകൊണ്ട് തന്നെ നമ്മൾ അത് വീണ്ടും വീണ്ടും ഓർത്തുകൊണ്ടിരിക്കണം. എന്തുകൊണ്ടാണ്? നമുക്കറിയാം, രാജ്യസ്നേഹം ഉണ്ടായിരിക്കുന്നത് വലിയ കുറ്റമായിട്ടാണ് ഇന്ന് കാണുന്നത്. പക്ഷെ അതൊരു കുറ്റമല്ല. നമുക്ക് എപ്പോഴും നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നത് പോലെ നമ്മുടെ നാടിനെ സ്നേഹിക്കേണ്ടത് തന്നെയാണ്. ആ ഒരു സ്നേഹം എപ്പോഴും ഉണ്ടായിരിക്കണം. അതിന് ഒരു കാരണമാണ് സ്വാതന്ത്ര്യ പോരാട്ടങ്ങളെ കുറിച്ച് ഓർക്കുക, അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുക. ഇതുപോലെ രാജ്യസ്നേഹം തുളുമ്പുന്ന ദേശീയ ഗീതങ്ങൾ, ദേശീയ ഗാനങ്ങൾ ഇതെല്ലാം മുഴുവനായിട്ട് പാടുക, പഠിക്കുക. ഇതൊക്കെയും നമ്മളെ രാജ്യസ്നേഹത്തിലേക്ക് അടുപ്പിക്കും. അതിന് വേണ്ടിയിട്ടാണ് BJP സർക്കാർ ഈ ഒരു സംഗതി കൊണ്ടുവന്നത്. നമുക്കറിയാം, പാർലമെന്റിൽ ബില്ല് പാസ്സായത് കൂടാതെ ഹർ ഘർ തിരങ്ക, അതായത് എല്ലാ വീട്ടിലും തിരങ്ക ഉയരട്ടെ എന്ന രീതിയിലൊരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് വന്ദേ മാതരം മുഴുവനായും ആലപിക്കണം എന്നൊരു നിർദ്ദേശം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും, ഇപ്പൊ കർണാടകയില്, തെലുങ്കാനയില്, ജമ്മു കാശ്മീരില് ഒക്കെ മുഴങ്ങിക്കേട്ട ഈ ഗാനം പക്ഷെ കേരളത്തിൽ മുഴങ്ങിക്കേട്ടില്ല. കേരളത്തിൽ ഈ 6 സ്റ്റാൻസ് പാടേണ്ടതില്ല എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചുമ്മാതെ പറയല്ല, അത് പറയുന്ന ഒരു ക്ലിപ്പിംഗ് കാണിക്കാം. That singing Vande Mataram is not mandatory. This is not a provision of any of the act. Just like a flag code, nothing. This is a guideline only. We have certain decisions on that. Congress party and the UDF is having certain decisions on these stanzas. That is why we have taken that decision. If governor is having some complaint, I will discuss with the governor, definitely. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രോട്ടോകോൾ പരമായി വന്ദേ മാതരം നമ്മൾ പാടണം, പക്ഷെ മുഴുവനായിട്ടും പാടണം എന്നൊരു നിർദ്ദേശം ബാധകമല്ല. എല്ലാവരുടെ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് പാടുകയോ പാടാതിരിക്കുകയോ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു? പാടാതിരിക്കുക എന്ന ഭാഗം ചൂസ് ചെയ്യുന്നു. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് മറ്റുള്ളവരെല്ലാം പാടുമ്പോൾ നിങ്ങൾ പാടാതിരിക്കുന്നു എന്ന ഭാഗം ചൂസ് ചെയ്യുന്നു? ഇതാണ് ചോദ്യം. എന്തുകൊണ്ടാണ്? ഇപ്പൊ നമുക്കറിയാം, ഇവിടെ CPM-കാരും അതുപോലെ പല കോൺഗ്രസ്സുകാരും, ഈ സോണിയാഗാന്ധി തന്നെ ഇത് പാടുമ്പോഴത്തേക്ക് ഇന്ററപ്റ്റ് ചെയ്യാം, ബന്ദ് കരോ. പിന്നെ ബന്ധുക്കൾക്ക് കസേര ചോദിച്ചതാണെന്നൊക്കെ കേട്ടു, പക്ഷെ അങ്ങനല്ല, ഈ സാധനം നിർത്താനാണ് പറഞ്ഞത്. വന്ദേ മാതരം പാടണ്ട എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ്? VD സതീശന്റെ മുഖ്യമന്ത്രി പദവി എന്ന് പറയുന്ന ഒരു സംഗതിയെ പറ്റി കൂലങ്കക്ഷമായിട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇതിനുള്ള ഉത്തരം കിട്ടും. VD സതീശൻ സത്യത്തിൽ ഇലക്ഷന് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തു. കഴിഞ്ഞ ടേമിൽ പ്രതിപക്ഷ നേതാവുന്ന രീതിയിലും നല്ല രീതിയിൽ പെർഫോം ചെയ്തു. പക്ഷെ അത്ര ഈസി ആയിട്ട് മുഖ്യമന്ത്രി ആകുമായിരുന്നില്ല. കോൺഗ്രസ് ഇത്തവണ ജയിച്ചു, കോൺഗ്രസിന്റെ കഴിവുകൊണ്ടല്ല. CPM-ന്റെ വലിയ ഹേറ്റ് അങ്ങനെ തന്നെ കോൺഗ്രസിന് വോട്ടായിട്ട് മാറി. അങ്ങനെ കോൺഗ്രസ് ജയിച്ചു വന്നപ്പോ എന്തുണ്ടായി? എല്ലാവർക്കും KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കിയാൽ മതി, VD സതീശനെ ആക്കണ്ട എന്ന തീരുമാനം ഉണ്ടായി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ VD സതീശന്റെ ഏറ്റവും വലിയ പിന്തുണ എന്ന് പറയുന്നത് മുസ്ലിം ലീഗാണ്, ജമാഅത്ത് ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയാണ്. അല്ലാന്ന് നിങ്ങൾ പറയരുത്, അവിടെ നിന്ന് വന്ന സമ്മർദ്ദമാണ് ഇന്ന് അദ്ദേഹത്തെ ആ കസേരയിൽ ഇരുത്തിയിരിക്കുന്നത്. നന്ദി കാണിക്കണ്ടേ? ലൂപ്പ് ഹോളുകള് കാരണമാക്കി അത് പാടണ്ട എന്ന് തീരുമാനിക്കുന്നത് ആരെ സൂചിപ്പിക്കാനാണ്? ഈ കസേര തന്നവരെ സൂചിപ്പിക്കാൻ അല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അത് പാടണ്ടെന്ന് വെക്കണം? 6 സ്റ്റാൻസ് പാടിയത് കൊണ്ട് എന്താണ് കുഴപ്പം?
ഭാരത മാതാവ് എന്ന് പറഞ്ഞൊരു സങ്കല്പത്തെ അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ഒരു മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ പറയുന്നത്. സ്വന്തം രാജ്യത്തെ അമ്മയായി അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നവരൊക്കെ രാജ്യസ്നേഹം ഉള്ളവരാണെന്ന് പറയാൻ കഴിയും. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കുക, 2035 കാര്യങ്ങൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? ഇപ്പൊ തന്നെ മലപ്പുറത്തെ ജനസംഖ്യ കൂടി, മലബാർ ഏരിയ മുഴുവനായിട്ട് ഭയങ്കര കൺജസ്റ്റഡ് ആണ്. അതുകൊണ്ട് കേരളത്തിൽ നിന്ന് വിട്ട് ഞങ്ങൾക്ക് പുതിയൊരു സംസ്ഥാനം വേണമെന്നുള്ള രീതിയിലുള്ള പല ആക്രോശങ്ങളും ആവശ്യങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ട് അല്ലെ? അതായത് മുഴുവനായും ഇസ്ലാമിക് ഭരണം വരുന്ന രീതിയിലുള്ള ഒരു സംസ്ഥാനം തന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കൂട്ടർ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗാനത്തിന്റെ 6 സ്റ്റാൻസ് വരെ മാറ്റിവെക്കാൻ തയ്യാറായ സർക്കാരും ഇവിടെ ഉള്ളപ്പോൾ വളരെ ഈസി ആയിട്ട് ഇതൊക്കെ സാധിക്കില്ലേ? നോക്കൂ, നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെട്ട ഒരു ഗാനം ആലപിക്കരുത് എന്നാണ് നിങ്ങളോട് പറയുന്നത്. ഇത് നിങ്ങൾക്ക് അവകാശ ലംഘനമായിട്ട് തോന്നുന്നില്ലേ? രാജ്യസ്നേഹമുള്ള വ്യക്തികളോടാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് നിങ്ങൾക്ക് അവകാശ ലംഘനമായിട്ട് തോന്നുന്നില്ലേ? ഇത്തരം ആളുകൾക്ക് വേണ്ടി നിങ്ങൾ കോംപ്രമൈസ് ചെയ്യുന്നത്? എന്തിനാണ് രാജഗീതത്തിനെ കോംപ്രമൈസ് ചെയ്യുന്നത്? കോൺഗ്രസ്സുകാർ ഭരിക്കുന്നിടത്ത് പോലും ഇല്ലാത്ത പ്രശ്നം വി ഡി സതീശൻ ഉണ്ടാവാൻ കാരണം ലീഗല്ലേ? അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? തുടർന്ന് കാണുക പോളി ന്യൂസ്.